നിശബ്ദമായ ഒരു വനത്തിൽ ഒരു കാലത്തെ ഏറ്റവും ശക്തനായ സിംഹം ഇപ്പോൾ ക്ഷീണിച്ചിരുന്നത്. ഇപ്പോൾ ഇരയെടുപ്പിൽ പരാജയപ്പെടുന്നു, ഓടുമ്പോൾ ആഴമായി ശ്വസിക്കുന്നു. വനം അത് മൂത്ത സിംഹം എന്ന് വിളിച്ചു. ആന പറഞ്ഞു, നിന്റെ കെയ്യാരാട്ടത്തിൽ ഇനി പടയ ജ്വാലയില്ല. പുള്ളിപ്പുലി പറഞ്ഞു, നീ ഇപ്പോൾ എനിക്ക് പോലും പിന്തുടരാൻ കഴിയില്ല. കടുവ പുഞ്ചിരിക്കുകയായിരുന്നു. രാജാവ് ഇപ്പോൾ നീയല്ല, ഞാനാണ്. സിംഹം മൗനവാനായി. എന്നാൽ ഒരു ദിവസം വനത്തിലേക്ക് അപകടമെത്തി. അടയാളങ്ങളുമായി ഇരയേറ്റെടുക്കുന്നവരുടെ സംഘമെത്തി. എല്ലാവരും ഭയന്നോടിച്ചു. അപ്പോൾ സിംഹം എഴുന്നേറ്റു. മന്ദഗതിയിലൂടെ, പിന്നെ വേഗത്തിൽ, ഒടുവിൽ മിന്നി മിനുങ്ങുന്ന ഒരു കെയ്യാരാട്ടം. അത്ഭുതകരമായി ഓരോ ഇരയേറ്റെടുക്കുന്നവരെയും ഓടിച്ചിട്ട് വിട്ടു. ഇപ്പോൾ എല്ലാവരും നിശബ്ദമായിരുന്നു. ആന പറഞ്ഞു, രാജാവ് ഒരാളേറിയവർക്കും മാത്രമുണ്ട്. പുള്ളിപ്പുലി പറഞ്ഞു, വേഗം റേസിൽ വിജയിക്കാം, എന്നാൽ വനത്തിലല്ല. കടുവ വന്ദിച്ചു, നമുക്ക് നിന്നെ ചെറുതാക്കി കണക്കാക്കിയിരുന്നു. സിംഹം പുഞ്ചിരിച്ചു, വിളർച്ചയാണ് നേരത്തിൻ്റെ ഭാഗം, ഉത്സാഹം ഉള്ളിലാണ്. അത്യന്തം ശക്തി എല്ലാ ദിവസവും കാണിക്കേണ്ടതല്ല, ആവശ്യമായപ്പോൾ അത് ഉണരുന്നതാണ് യഥാർത്ഥ ശക്തി.